ഈരാവതി ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം സ്വസ്ഥമായ കുടുംബജീവിതം. ഇടവേളകളിൽ കവിതകൾ കുറിക്കും. ഇടയ്ക്കിടെ പാനിക് അറ്റാക്സ് വരാറുണ്ട്. ട്രെയിനാണ് ഈരയുടെ ജീവിതത്തിലെ മെയിൻ വില്ലൻ. ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് കാരണം. ഗർഭിണിയായ അനുജത്തി റിയ ബ്ലീഡിങ്ങിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഹൈദരാബാദിൽ. റിയയുടെ അച്ഛനും അമ്മയും എല്ലാം ഈരയാണ്. ഈരയ്ക്ക് റിയയുടെ അടുത്ത് ചെന്ന് നിന്നേ പറ്റൂ. റിയയെ കണ്ട് ഫ്ളാറ്റിലേക്ക് മടങ്ങവേ ആദ്യമായി മെട്രോ ട്രെയിനിന്റെ വരവ് കണ്ട് പതറിപ്പോയി അടുത്തു നിന്നൊരു അപരിചിതന്റെ തോളിലേക്ക് ഈര വീണുപോയി. അയാൾ അവളുടെ സഹായത്തിനെത്തി, വെള്ളമൊക്കെ നൽകി. എന്നാൽ യാത്രയിൽ ഒരു അക്ഷരം പോലും അയാൾ ചോദിച്ചില്ല. അടുത്ത ദിവസം അവർ വീണ്ടും കണ്ടു. ഇത്തവണ അയാൾ അടുത്തു വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഹലോ, ഐ എം പ്രീതം. ഞാൻ അല്പം സോഷ്യലി ഓക്വേർഡ് ആയതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളോട് തുറന്നൊന്നും സംസാരിക്കാഞ്ഞത്. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങി. പ്രീതം വിവാഹിതനാണ്. വൈഫ് മൃദുല, 2 മക്കൾ. വീണ്ടും മെട്രോയിൽ കയറാൻ അയാൾ അവൾക്ക് ധൈര്യം കൊടുത്തു. അവളുടെ കവിതകൾ യാദൃച്ഛികമായി കണ്ട അയാൾ അത് വായിച്ച് അവളെ അനുമോദിച്ചു. ഇത്തവണ സ്റ്റേഷൻ എത്തിയതുപോലും ഈര അറിഞ്ഞില്ല. സംസാരിച്ചിരിക്കാൻ ഒരാൾ കൂടെയുണ്ടെങ്കിൽ പല സ്ട്രെസ്സും മനുഷ്യർ മറക്കും. 2 പേരും ദിവസവും മെട്രോയിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അവർ വായിച്ചിട്ടുള്ള കഥകളും കവിതകളും സ്വന്തം കാഴ്ചപ്പാടുകളും എല്ലാം അവർ പരസ്പരം കൈമാറാൻ തുടങ്ങി. മഴ പെയ്യുമ്പോൾ പ്രീതം തന്റെ വൈഫിനും മക്കൾക്കുമൊത്ത് റെയിൻ ഡാൻസ് ചെയ്യുമെന്ന് കേട്ട് ഈര ഞെട്ടിപ്പോയി. പ്രീതം ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിലും വൈഫിനൊത്തൊരു പെർഫെക്റ്റ് പാർട്ട്ണറാണ്. ഒരു വശത്ത് പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുമ്പം പ്രീതമിന് തോന്നുന്ന ആ ഒരു ഡിസ്കംഫോർട്ട് മറികടക്കാൻ ഈര അവനെ സഹായിക്കുമ്പോൾ, മറുവശത്ത് അവളുടെ പാനിക് അറ്റാക്സിനെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനുള്ള ടിപ്സൊക്കെ പ്രീതം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈരയുടെ ബർത്ത്ഡേ വന്നെത്തി. ആ വീക്കെൻഡിൽ ഒരു ഗിഫ്റ്റ് എന്നോണം അവളെ ഹൈദരാബാദ് എല്ലാം കൊണ്ടു നടന്ന് പ്രീതം കാണിക്കുന്നു. അവർക്ക് കുറച്ച് നല്ല ഓർമ്മകൾ കൂടി ഉണ്ടാകുന്നു. ഈരയുടെ അച്ഛൻ ഒരു കവിയായിരുന്നു. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും പബ്ലിഷ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അവസാന നാളുകളിലാണ് ഈരയ്ക്കും ഈ കഴിവുകളുണ്ട് എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത്. മരിക്കും മുൻപ് മകളെ അനുഗ്രഹിച്ച് എഴുത്തൊരിക്കലും നിർത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ആ അച്ഛൻ കടന്നുപോയത്. അച്ഛൻ്റെ കവിതകൾ എന്നെങ്കിലും താൻ പബ്ലിഷ് ചെയ്യുമെന്ന് ഈര പ്രീതമിനോട് പറയുന്നു. റിയയുടെ ഡെലിവറി കഴിഞ്ഞാൽ ഈര തിരിച്ചു പോകും. പോകും മുമ്പ് പ്രീതമിന്റെ ഭാര്യ മൃദുലയെ ഒന്ന് കാണണമെന്ന് ഈര ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് പ്രീതം അവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ മൃദുല വീട്ടിലില്ലായിരുന്നു. വീടൊക്കെ കണ്ട് ഈര തിരിച്ചുപോയി. തന്റെ ഭർത്താവിനോട് പ്രീതമിനെ കുറിച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് മറച്ചു വെച്ചതിൽ ഈരയ്ക്ക് കുറ്റബോധമുണ്ട്. എന്നാൽ അത് പറയാനുള്ള ധൈര്യവുമില്ല. റിയയ്ക്ക് കുഞ്ഞു ജനിച്ചു, പെൺകുഞ്ഞ്. ഇനിയും തമ്മിൽ ഒരിക്കലും കാണണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞെങ്കിലും ഈര ഒരിക്കൽ കൂടി പ്രീതമിന്റെ വീടിന് മുമ്പിലെത്തുന്നു. അപ്രതീക്ഷിതമായ ആ തിരിച്ചുവരവിൽ അവൾ ജനലിലൂടെ കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. മൃദുലയുടെയും മക്കളുടെയും ഫോട്ടോയിൽ മാലയിട്ടിരിക്കുന്നു. പിന്നിൽ നിന്ന് വന്ന് പ്രീതം അവളോട് ആദ്യമായി സത്യങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങളെ ആദ്യമായി ഞാൻ കണ്ട ദിവസം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നിന്നതാണ് ഞാൻ. അപ്പോഴാണ് പതറി നിങ്ങൾ എൻ്റെ മുന്നിൽ വീഴാൻ പോയത്. എൻ്റെ ശ്രദ്ധ തെറ്റി. ഞാൻ എൻ്റെ ജീവിതത്തിന് ഒരു ചാൻസ് കൂടെ നൽകുകയായിരുന്നു. എല്ലാവരെയും നഷ്ടപ്പെട്ട ശേഷമാണ് എത്രയോ സ്നേഹിക്കാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈരയുടെ മുമ്പിൽ നല്ലൊരു ഹസ്ബൻഡായി, ബെസ്റ്റ് ഫാദറായി അയാൾ കഥകൾ മെനഞ്ഞെടുക്കുകയായിരുന്നു. അയാളുടെ ഡിപ്രഷനും അവളുടെ പാനിക് അറ്റാക്സും പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീർക്കുകയായിരുന്നു. ഇനി ഒരിക്കലും സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കില്ല എന്ന് ഉറപ്പു തരണമെന്ന് പറഞ്ഞ് ഈര അവിടെ നിന്ന് മടങ്ങി. ഈര പഴയ കുടുംബജീവിതത്തിലേക്ക് പോയി. ഇടയ്ക്കെപ്പോഴോ പ്രീതമിനെ അവൾ തിരക്കി വരുന്നുണ്ടെങ്കിലും അയാൾ വീടെല്ലാം വിറ്റ് അവിടെ നിന്ന് എങ്ങോട്ടോ പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രീതമിന് തന്റെ സ്ഥിരം ബുക്ക് സ്റ്റോളിൽ നിന്ന് പുതിയ 2 പുസ്തകങ്ങൾ കിട്ടുന്നു. ഈരാവതി എഴുതിയ 8 AM മെട്രോ കഥയും അവളുടെ അച്ഛന്റെ കവിതകളും. 2ഉം അവൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പ്രീതം ഒരിക്കൽ ഈരയോട് പറഞ്ഞിരുന്നു, നിന്റെ കവിതകൾ ഒരാൾക്കെങ്കിലും ആശ്വാസമാകാൻ കഴിഞ്ഞാൽ അതൊരു വിജയമല്ലേ എന്ന്. അവൾ തന്റെ പുസ്തകത്തിൽ കുറിക്കുന്നു, സ്നേഹിക്കുന്നവയെല്ലാം നമ്മെ വിട്ടുപോകും. എന്നാൽ ഒരു നാൾ സ്നേഹം മറ്റൊരു രൂപത്തിൽ നമ്മെ തേടി വരും. ഈ പുസ്തകവും നിങ്ങളെ തേടിയെത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ ആ പുസ്തകം എഴുതിയത് തന്നെ പ്രീതമിന് വേണ്ടി മാത്രമായിരുന്നു. ചില ബന്ധങ്ങൾ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ധൈര്യം തരും. മറ്റ് ചിലത് ജീവിക്കാൻ തന്നെയുള്ള ധൈര്യം തരും. സ്നേഹത്തെക്കാളും പ്രണയത്തെക്കാളും ഒക്കെ മുകളിലാണത്. അതിന് പേര് നിർവചിക്കാൻ ആർക്ക് കഴിയും?